ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പൊളിറ്റി കുറച്ചും കൂടെ എന്തായിരിക്കും, ഓർത്ത് വയ്ക്കാനും എക്സാമിന് വരുമ്പോൾ ആൻസർ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മറ്റേ നമ്മൾ കുറേ റാൻഡമായിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് ഹിസ്റ്ററിയുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം 1885 എന്തുണ്ടായിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായിട്ടുണ്ട്. അവിടെ മുതൽ നമുക്ക് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ INC സെഷനുകൾ നടക്കാറുണ്ട്. അത്തരത്തിലൊരു INC സെഷനാണ് 1929 നടന്ന ലാഹോർ സെഷൻ എന്ന് പറയുന്നത്. ഈ ലാഹോർ സെഷനിൽ പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം, ഇന്ത്യക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ലാഹോർ സെഷനിൽ. അപ്പോൾ ഈ INC സെഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് ആധുനിക ഇന്ത്യ ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് പഠിക്കുന്നതാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ വർഷം INC നടന്ന വർഷങ്ങൾ, അതിൻ്റെ അധ്യക്ഷൻ, അത് നടന്ന സ്ഥലം, അവിടെ കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലാഹോർ സെഷൻ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ലാഹോർ സെഷൻ 1929, അവിടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയം പൂർണ്ണ സ്വരാജ്, ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് ആവശ്യമാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആവശ്യമാണ്. അവിടെ നിന്ന് 1934 നമ്മൾ വരികയാണ്. 1934 MN റോയ്, ഇദ്ദേഹം മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും അതുപോലെ തന്നെ പീപ്പിൾസ് പ്ലാൻ എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പീപ്പിൾസ് പ്ലാൻ എന്നുള്ള ഒരു പദ്ധതിയുടെ ഉപജ്ഞാതാവും കൂടിയാണ് MN റോയ് എന്ന് പറയുന്നത്. അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ MN റോയ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ് എന്ന് 1934 എന്ത് ചെയ്യുകയാണ്, പ്രസ്താവന ഇറക്കുകയാണ്. അത് കഴിഞ്ഞ് 1936 1937 കോൺഗ്രസ് സെഷനുകൾ, ലക്നൌവിലും ഫൈസ്പൂരിലും വെച്ച് നടന്നിട്ടുള്ള കോൺഗ്രസ് സെഷനുകൾ, ഇത് രണ്ടും പ്രസീഡ് ചെയ്തിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കോൺഗ്രസ് സെഷനുകളിലും കോൺഗ്രസ് അവരുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം അവരെന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു. അതിനുശേഷം നമുക്കറിയാം 1940 ഓഗസ്റ്റ് ഓഫർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വൈസ്രോയ് ലിൻലിത്കോയുടെ കാലത്തുള്ള ആ ഒരു ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഓഗസ്റ്റ് ഓഫറിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ആവശ്യം ഏറെക്കുറെ നടന്നു കിട്ടുകയാണ്. അതായത് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടനയാവാം എന്നുള്ളൊരു രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് 29 നിന്നാണ്. 29, 34, 36, ഇപ്പോൾ നമ്മൾ 1940 എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ നമുക്കറിയാം 1939 45 ഇടയിൽ എന്ത് നടക്കുന്നുണ്ട്, രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം 1945 അവസാനിച്ചതിന് ശേഷം നമ്മുടെ ബ്രിട്ടനിൽ എന്ത് നടക്കുകയാണ്, ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. അദ്ദേഹം ലേബർ പാർട്ടിയിലെ മെമ്പറായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. ഈ ക്ലെമന്റ് ആറ്റ്ലി എന്താവുന്നു, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആകുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ, കൺസർവേറ്റീവ് പാർട്ടിയിലെ വിൻസ്റ്റൺ ചർച്ചിൽ എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം 1945 കഴിയുന്നു. 1945 രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ബ്രിട്ടനിൽ എന്ത് വരുന്നു, തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ക്ലെമന്റ് ആറ്റ്ലിയാണ് ആരാവുന്നത്, പ്രൈം മിനിസ്റ്റർ ആവുന്നത്. ഓർത്ത് വയ്ക്കുക, ഇദ്ദേഹം ലേബർ പാർട്ടിയുടെ ആരായിരുന്നു, റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അവിടുത്തെ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൺസർവേറ്റീവ് പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അദ്ദേഹം ഇലക്ഷനിൽ പരാജയപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്യുന്നു, പാത്രിക് ലോറൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ എവിടേക്ക് അയക്കുന്നു, ഇന്ത്യയിലേക്ക് അയക്കുന്നു. ആ ഒരു ടീമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്യാബിനറ്റ് മിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മളൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വരികയാണ്. 1929 നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചർച്ച തുടങ്ങുന്നത്. 1929 നിന്ന് തുടങ്ങി ഇപ്പോൾ നമ്മൾ എവിടെ എത്തി, ക്യാബിനറ്റ് മിഷൻ വരുന്ന ആ ഒരു പൊസിഷൻ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ വരുന്നു. ഇതിലെ അംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് പാത്രിക് ലോറൻസ് ആണ്. ഇദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഒരു വർഷം ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ക്യാബിനറ്റ് മിഷൻ്റെ ഹെഡ് ആരായിരുന്നു, പാത്രിക് ലോറൻസ്. ബാക്കി 2 മെമ്പേഴ്സിനെ കൂടെ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത് സ്റ്റെഫോർഡ് ക്രിപ്സും രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത് AV അലക്സാണ്ടറും ആയിരുന്നു. അപ്പോൾ പാത്രിക് ലോറൻസിൻ്റെ നേതൃത്വത്തിൽ സ്റ്റെഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും എവിടേക്ക് വരികയാണ്, ക്യാബിനറ്റ് മിഷൻ എന്നുള്ള രൂപത്തിൽ ഇന്ത്യയിലേക്ക് വരികയാണ്. ആ ഒരു മിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിഷൻ. അവർ വരുന്ന കാലത്ത് വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നത് ലോർഡ് വേവലാണ്. മാറിപ്പോരുത്, ഓഗസ്റ്റ് ഓഫർ നൽകുന്നത് ലോർഡ് ലിൻലിത്കോ ആണ്. എന്നാൽ ക്ലെമന്റ് ആറ്റ്ലി അയച്ചത് പ്രകാരം നമ്മുടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വൈസ്രോയി ആരായിട്ടുണ്ട്, ലോർഡ് വേവൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1929 നമ്മൾ തുടങ്ങി, ഇപ്പോൾ നമ്മൾ എവിടെ എത്തി, ക്യാബിനറ്റ് മിഷനിൽ വരെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ പെതിക് ലോറൻസിൻ്റെ നേതൃത്വത്തിൽ 1946 മാർച്ച് 24-ന് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുകയാണ്. അവരെത്തിയതിനു ശേഷം ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൻ്റെ ബേസിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്താവുന്നു, രൂപീകൃതമാവുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം വരാറുള്ളത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് മിഷൻ്റെ ഭാഗമായിട്ടാണ്, ഏത് മിഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് എന്തായത് രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം വരിക ക്യാബിനറ്റ് മിഷനാണ്. അവിടെ ഉത്തരം വരിക ക്യാബിനറ്റ് മിഷനാണ്, ഹെഡഡ് ബൈ പെതിക് ലോറൻസ്. മെമ്പേഴ്സ് ആരായിരുന്നു എന്നുള്ളതും എന്ത് ചെയ്യുക, മറക്കാതെ ഓർത്ത് വെക്കണം, എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ ഇനി അസംബ്ലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ 1929 തുടങ്ങി ഇപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ടുണ്ട്. അസംബ്ലിയിൽ ആദ്യം ഉണ്ടായിരുന്നത് 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മുൻ വർഷത്തിൽ പ്രസ്താവന രീതിയിൽ ചോദിച്ച ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമാകുമ്പോൾ അതിലുണ്ടായിരുന്ന ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 389 അതിൽ നിന്ന് തന്നെ 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നിന്നും അതുപോലെ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുമായിട്ട്, ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്നും അതുപോലെ തന്നെ പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നിന്നുമായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, സെലക്ഷൻ നടന്നിരുന്നത്. അത് എത്രയാണ് എന്നുള്ളതും ഓർത്തു വെക്കണം. പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നിന്ന് 93, ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്ന് 296. അങ്ങനെ 296ഉം 93ഉം ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്, 389 അംഗങ്ങളായിട്ട് മാറുന്നത്. അതിൽ ഈ 296-ലും എന്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡിവിഷൻ വന്നിട്ടുണ്ടായിരുന്നു. 292 പേര് ഗവർണറുടെ പ്രൊവിൻസിൽ നിന്നും 4 പേർ ചീഫ് കമ്മീഷണർ പ്രൊവിൻസിൽ നിന്നുമാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അത്രയ്ക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഈ കാര്യം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അറിഞ്ഞ് വെക്കണം. ഇനി ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു സാർവത്രിക വോട്ടവകാശത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് രീതിയിലോ ആയിരുന്നില്ല അന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അത് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ റേഷ്യോ എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം ജനസംഖ്യയ്ക്ക് ഒരു ആൾ എന്നുള്ള രീതിയിലായിരുന്നു, ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഇനി ഇതിൽ ഉണ്ടായിരുന്ന പാർട്ടികൾ എന്ന് പറയുന്നത് കോൺഗ്രസ് 208 സീറ്റുകളും മുസ്ലിം ലീഗ് 73 സീറ്റുകളും അതുപോലെ തന്നെ സിഖ് ജനറൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ബാക്കി സീറ്റുകൾ വന്നിരുന്നത്. അപ്പോൾ ആകെയുള്ള അംഗസംഖ്യയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, 389. 389-ൽ 296 എവിടെ നിന്നായിരുന്നു, 296 ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്നും, ബാക്കി 93 എന്ന് പറയുന്നത് പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നിന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ ബേസിലായിരുന്നു എന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ ചോദ്യം വരാം. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് സാർവത്രിക വോട്ടവകാശത്തിൻ്റെ രീതിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന തെറ്റാണ്. അവിടെ ഈ വാക്ക് ഓർത്തു വയ്ക്കണം, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയായി, ക്യാബിനറ്റ് മിഷൻ വന്നു, ഭരണഘടനാ നിർമ്മാണ സമിതിയായി, അതിലാകെ ഇത്ര അംഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലായി, അത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വഴിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അംഗങ്ങളായി ഇനി എന്താണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫോർമേഷനാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നത് ഡിസംബർ 6, 1946 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമാവുന്ന ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 6, 1946. ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. റാൻഡമായിട്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ് പഠിക്കുന്നു, അതിനുശേഷം വേറൊരു പോയിന്റ് പഠിക്കുമ്പോൾ തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോർമേഷൻ ചെയ്തു, അത് ഡിസംബർ 6, 1946 എന്നാൽ അവിടെ മറ്റൊരു ചോദ്യം വരുന്നത്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ യോഗം, ആദ്യത്തെ മീറ്റിംഗ് നടന്നിരുന്നത് ഈ പറഞ്ഞ ഡിസംബർ 6 അത് ഡിസംബർ 9, 1946 അതിൻ്റെ വേദി എന്ന് പറയുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് ആയിരുന്നു. നമ്മുടെ പാർലമെന്റ് കെട്ടിടത്തിന്റെ സെൻട്രൽ ഹാളിലായിരുന്നു ആ ഒരു മീറ്റിംഗ് നടന്നിരുന്നത്. അപ്പോൾ ഈ 2 തീയതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രൂപീകൃതമാവുന്നത് ഡിസംബർ 6 ആദ്യത്തെ യോഗം നടക്കുന്നത് ഡിസംബർ 9, വർഷം 1946. അതിനുശേഷം ഈ ഒരു മീറ്റിംഗിൽ ആദ്യം സംസാരിച്ച വ്യക്തി എന്ന് പറയുന്നത് JB കൃപലാനി ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ആദ്യത്തെ റെപ്രസെൻറ്റേറ്റീവിനെ ഒരാളെ ചെയർമാനാക്കി മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹ എന്നാണ്. നമ്മൾ അറിയാം, ആധുനിക ചരിത്രത്തിൽ നമ്മൾ ഇവരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ട് പരിചയിച്ച പേരുകളാണ് ഈ ഒരു JB കൃപലാനി, അതുപോലെ തന്നെ സച്ചിദാനന്ദ സിൻഹ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹമായിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട്, താൽക്കാലിക പ്രസിഡൻ്റായിട്ട് മാറിയത് ഫ്രാങ്ക് ആൻ്റണി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ആദ്യം അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി, താൽക്കാലികമായിട്ടുള്ള ചെയർമാൻ സച്ചിദാനന്ദ സിൻഹ, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫ്രാങ്ക് ആൻ്റണി. ഇനി ഇതെല്ലാം ടെമ്പററി ആയിട്ടുള്ള ആളുകളായിരുന്നു. പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എന്ത് ചെയ്യുകയാണ്,
ചെയർമാനായിട്ട് കൊണ്ടുവരികയാണ്. അത് നടക്കുന്നത് ഡിസംബർ 11, 1946 അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹമാണ് ആരാവുന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാനായിട്ട് മാറുന്നത്. ഇവിടെ കൺഫ്യൂഷൻ ആവരുത്. നമ്മളെപ്പോഴും ഭരണഘടനയെ പറ്റി പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേര് ഡോക്ടർ BR അംബേദ്കറിൻ്റെതാണ്. എന്നാൽ അദ്ദേഹം ആയിരുന്നില്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരുപാട് കമ്മിറ്റികൾ വരുന്നുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമ്മിറ്റികൾ വരുന്നുണ്ട്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം വരിക ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച്, അതിലത്തെ അംഗങ്ങളെക്കുറിച്ചും. അതിൻ്റെ ചെയർമാനായിരുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ പെർമനന്റ് ചെയർമാനായിട്ട് ആരെ തിരഞ്ഞെടുക്കുകയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം വൈസ് പ്രസിഡന്റായിട്ട് HC മുഖർജി, VT കൃഷ്ണമാചാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെയും എന്ത് ചെയ്യാണ്? തിരഞ്ഞെടുക്കുകയാണ്. ഇദ്ദേഹമാണ് ആദ്യം വൈസ് പ്രസിഡന്റ് ആവുന്നത്. പിന്നീട് ആരാണ്? VT കൃഷ്ണമാചാരി ആയിട്ട് മാറുകയാണ്. HC മുഖർജി അല്ലെങ്കിൽ ഹരീഷ് കുമാർ മുഖർജി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ പ്രസിഡന്റായി, വൈസ് പ്രസിഡന്റായി. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുൻവർഷം ചോദിച്ചിട്ടുള്ളതാണ്. VN റാവു അല്ലെങ്കിൽ ബനഗൽ നരസിംഗ് റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഈ പേര് ഓർത്തു വയ്ക്കുക. ചെയർമാനായിട്ട് പെർമനന്റ് ചെയർമാനായിട്ടുള്ള രാജേന്ദ്ര പ്രസാദിൻ്റെ പേര്, അതുപോലെ പ്രസിഡന്റിൻ്റെ പേര്, ഈ ഒരു ഡേറ്റുകൾ എല്ലാം എന്താണ്? മുൻവർഷ ചോദ്യങ്ങളാണ്, ഓർത്തു വെക്കണം. ഇനി നമ്മൾ പറഞ്ഞു ആകെയുള്ള അംഗസംഖ്യ എത്രയായിരുന്നു? 389 എന്നാൽ ഈ ആദ്യത്തെ ഒരു യോഗത്തിൽ ഇത്ര ആളുകൾ എന്ത് ചെയ്തിരുന്നില്ല? പങ്കെടുത്തിരുന്നില്ല. 207 ആളുകൾ മാത്രമായിരുന്നു ഈ ഒരു ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷനാണ്. ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നു. ഡിസംബർ 9 ആദ്യത്തെ യോഗം കൂടുന്നു. ഡിസംബർ 11 എന്ത് നടക്കുന്നു? ഡിസംബർ 11 നമുക്ക് സ്ഥിരമായിട്ടൊരു ചെയർമാനെ തിരഞ്ഞെടുക്കുന്നു. ഡിസംബർ 13 എന്താണ് സംഭവിക്കുന്നത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ത് ചെയ്യുകയാണ്? ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം എന്നുള്ള ഒരു വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പ്രിയാമ്പിൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഡിസംബർ 13 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കൊണ്ടുവരുന്നത്. ആ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 13, 1946. അതിനുശേഷം ഈ 1946 ഡിസംബർ 13 ഈ ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ശേഷം ജനുവരി 22, 1947 ആ ലക്ഷ്യപ്രമേയം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്താക്കുകയാണ്? പാസ്സാക്കുകയാണ്. ആ പാസ്സാക്കിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് പിന്നീട് നമ്മളുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ഓർത്തു വെക്കണം. ഈ രണ്ട് ഡേറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്തു വയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം ഡിസംബർ 13 അവതരിപ്പിച്ചു, 1946 ജനുവരി 22 എന്ത് ചെയ്തു? അത് പാസ്സാക്കി. 1947 അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? പ്രിയാമ്പിളായിട്ട് മാറുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുകയാണ്? 1947 നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ലാഹോർ സെഷനിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? 1947 1947 ഇന്ത്യക്ക് എന്ത് ലഭിക്കുകയാണ്? സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ എണ്ണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ആകെ പറഞ്ഞു 389 എന്തെന്ന് പറയുന്നത് അംഗസംഖ്യ എന്ന് പറയുന്നത്. അത് എത്രയായിട്ട് മാറുന്നു? 299 കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പും ഇൻഡിപെൻഡൻസിന് ശേഷവും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മെമ്പർഷിപ്പിൻ്റെ എണ്ണം നല്ല മാറ്റമുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ 15 പേർ എന്തായിരുന്നു? വനിതകളായിരുന്നു. ഇവരെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഒന്ന് അറിഞ്ഞു വെക്കണം. ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളത് അറിഞ്ഞു വെക്കണം. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 15 ലേഡീസാണ് എന്തുണ്ടായിരുന്നത്? ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഈ 299 17 പേര് മലയാളികളുമായിരുന്നു. മുൻവർഷ ചോദ്യമാണ്. നമ്മളുടെ കേരളത്തിൽ നിന്ന് റെപ്രസെൻറ്റേഷൻ വന്നിട്ടുള്ള ആളുകളെയൊക്കെ കുറിച്ചിട്ട് സെക്രട്ടറി രാസിൻ്റെ എക്സാമിനെല്ലാം എന്ത് ചെയ്തിരുന്നു? ചോദിച്ചിരുന്നു. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ 17 പേര് എന്തായിരുന്നു എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അതിൽ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് മലയാളീസ് ആയിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് അമ്മു സ്വാമിനാഥനാണ്, അനി മസ്കറിൻ, അതുപോലെ തന്നെ ദാക്ഷായണി വേലായുധൻ. ഇവരെങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഓൺലി ദളിത് വുമൺ മെമ്പർ ദാക്ഷായണി വേലായുധൻ എന്ന് പറഞ്ഞവരായിരുന്നു. അപ്പോൾ ആ പേര് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്നും ഈ രണ്ട് ഡേറ്റുകൾ, ഇൻഡിപെൻഡൻസിന് ശേഷം ആ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൽ വന്ന മാറ്റം, അതുപോലെ തന്നെ എത്ര മലയാളി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, എത്ര ലേഡി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ വനിതകളുടെയും കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാം? അവരെന്താണ് അവരുടെ പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന വനിതകളിൽ ഒരാളായിരുന്നു സരോജിനി നായിഡു എന്ന് പറയുന്നത്. നമുക്കറിയാം അവരെന്താണ്? ആദ്യത്തെ വനിതാ ഗവർണറാണ്. ദ ഫസ്റ്റ് വുമൺ ഗവർണറാണ്
സരോജിനി നായിഡു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റ് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ആൻ അംബാസിഡർ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ആര് എന്ന് പറയുന്നത്? വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് സുചേത കൃപലാനി, ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ഫസ്റ്റ് വുമൺ ടു ബിക്കം ഗവർണറും ചീഫ് മിനിസ്റ്ററും മാറിപ്പോകരുത്. സുചേത കൃപലാനിയാണ് ആദ്യം ചീഫ് മിനിസ്റ്റർ ആവുന്നത്, സരോജിനി നായിഡു ആണ് ആദ്യം ഗവർണറായിട്ട് മാറുന്നത്. രാജ്കുമാരി അമൃത് കൗർ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന എയിംസിൻ്റെ ഫൗണ്ടറാണ് ആര് എന്ന് പറയുന്നത്? രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്നത്. അവർ ഇന്ത്യയുടെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ കൂടിയായിരുന്നു, ആരോഗ്യമന്ത്രി കൂടിയായിരുന്നു. അതുപോലെ തന്നെ എയിംസിൻ്റെ ഫൗണ്ടറുമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഇവരുടെ പേരും എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. അടുത്ത ഒരാളാണ് ദുർഗാബായ് ദേശ്മുഖ് എന്ന് പറയുന്നത്. പിന്നെ ബീഗം ഐസാസ് റസൂൽ, ദ ഓൺലി മുസ്ലിം വുമൺ മെമ്പർ. അപ്പോൾ രണ്ട് ഓൺലി എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓൺലി ദളിത് വുമൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ദാക്ഷായണി വേലായുധനെയാണ്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ദാക്ഷായണി വേലായുധൻ. ഏക മുസ്ലിം വനിത എന്ന് പറയുന്നത് ബീഗം ഐസാസ് റസൂലാണ്. LGS നിലവാരത്തിലുള്ള പരീക്ഷകളെല്ലാം വരാൻ പോവുകയാണ്, നമുക്കറിയാം. കമ്പനി ബോർഡ് LGS എല്ലാം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ LGSലൊക്കെ പൊതുവേ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബീഗം ഐസാസ് റസൂൽ. അടുത്തതെന്ന് പറയുന്നത് HB മോദിയാണ്. അദ്ദേഹം ആകെ ഉണ്ടായിരുന്ന ഒരു പാഴ്സി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. പിന്നീട് പറയുന്നത് ഫ്രാങ്ക് ആൻ്റണിയെ കുറിച്ചാണ്. ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ പാഴ്സി റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു, ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ HC മുഖർജി, റെപ്രസെൻറ്റേറ്റീവ് ഫോർ മൈനോറിറ്റീസ്. ഇനി ഇതിലൊരു ബിഷപ്പ് കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരാണ് ജിറോം ഡിസൂസ. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങളൊരു ക്രൊണോളജിയിൽ തന്നെ പഠിക്കുക. ലാഹോർ സെഷനിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അവിടെ നമ്മൾ MN റോയിലേക്ക് വന്നു. അവിടെ നിന്ന് ലക്നൌവിലെയും ഫൈസ്പൂരിലെയും കോൺഗ്രസ് സെഷനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ്റെ വരവും ക്യാബിനറ്റ് മിഷൻ്റെ റെക്കമെൻഡേഷനിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷനും നമ്മൾ പറഞ്ഞു. ഫോം ചെയ്തതിന് ശേഷം അതിനൊരു താൽക്കാലിക പ്രസിഡന്റും പിന്നീട് അടുത്ത യോഗങ്ങളിൽ അതിനൊരു സ്ഥിരം പ്രസിഡന്റും ഒരു ലീഗൽ അഡ്വൈസറും വന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അതിലത്തെ അംഗങ്ങളുടെ പേരും അവരുടെ റെലവൻസും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു. അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ധാരാളം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിലെ ഒരു കമ്മിറ്റി മാത്രമാണ്. അത്തരത്തിൽ ധാരാളം കമ്മിറ്റികൾ എന്തുണ്ടായിരുന്നു? അതിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത്, ആ ഫോം ചെയ്തതിന് ശേഷം അതിന് കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. ആ ക്രിറ്റിസിസംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ക്രിറ്റിസിസം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൽകിയത് ആരാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇതുവരെ എടുത്ത ഭാഗങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഗുഡ് ബൈ.